ഡെവലപ്മെൻറ്റൽ ഡിലേ, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം പോലുള്ള കുട്ടികളുടെ പേരൻസിൻ്റെ മെയിൻ കൺസേൺ ആണ് ഹോം പ്രോഗ്രാം എങ്ങനെ ഇഫക്റ്റീവ് ആക്കാം, കുട്ടികളുടെ കോഓപ്പറേഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാം. ഹായ്, ദിസ് ഇസ് ആഞ്ചല ഗ്രേസ് വർഗീസ്. പ്രയത്നയിൽ ഒരു പീഡിയാട്രിക് ഫിസിയോതെറപ്പിസ്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഏത് തെറപ്പി എടുത്താലും തെറപ്പിസ്റ്റുമാർ കുട്ടികൾക്ക് വീട്ടിലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് എക്സസൈസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതിനെയാണ് ഹോം പ്രോഗ്രാം എന്ന് പറയുന്നത്. ഹോം പ്രോഗ്രാം നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ഒരു കുട്ടി തെറപ്പിസ്റ്റുമായിട്ട് കൂടിപ്പോയാൽ 45 minutes to 1 hour ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി സമയം അവർ നിങ്ങളൊപ്പം വീട്ടിലാണ്. അതിനാൽ ഹോം പ്രോഗ്രാം റെഗുലറായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ കുട്ടിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ റീസെർച്ച് പറയുന്നു, ഹോം പ്രോഗ്രാമും തെറപ്പിയും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു എന്ന്. അത് മാത്രമല്ല, നിങ്ങൾ കുട്ടികളുടെ കൂടെ ഹോം പ്രോഗ്രാമിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ തെറപ്പിസ്റ്റായി മാറുകയാണ്. അത് കുട്ടിയുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയും ഗോൾ അച്ചീവ് ചെയ്യുന്നത് ഫാസ്റ്റർ ആക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ കുട്ടിയുടെ ഹോം പ്രോഗ്രാം നിങ്ങളുടെ പ്രയോറിറ്റിയിൽ ഒന്നായിരിക്കണം. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും കുട്ടികൾ ഹോം പ്രോഗ്രാം ചെയ്യാതിരിക്കാൻ വാശി കാണിക്കുകയും കോഓപ്പറേഷൻ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും? ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? So here are some tips and tricks that you can use to improve your child's participation for home program. ഏറ്റവും ആദ്യം തന്നെ ടൈം ഓഫ് ദ ഡേ. നിങ്ങളുടെ കുട്ടികൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയം കാണും. ചിലപ്പോൾ അത് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ കുളിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം. ഏത് സമയമാണെങ്കിലും ആ സമയം കണ്ടെത്തി നിങ്ങളുടെ കുട്ടികൾക്ക് ആ സമയത്ത് ഹോം പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കൂടുതൽ കോഓപ്പറേഷൻ കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഹോം പ്രോഗ്രാമിൽ ഹോൾ ബോഡി മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ കൂടുതലും ഹോം പ്രോഗ്രാം ഹാഫ് ആൻ അവർ ബിഫോർ മീൽസും അതുപോലെ 1 hour ആഫ്റ്റർ മീൽസും ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കുട്ടികൾക്ക് GERD പോലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും 2 മീൽസിൻ്റെ ഇടയ്ക്കായിട്ട് ഹോം പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അടുത്തത് സെറ്റ് എ റൂട്ടീൻ. നമുക്കെല്ലാവർക്കും ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും, അല്ലേ? അതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ റൂട്ടീനിൽ നിങ്ങൾ ഹോം പ്രോഗ്രാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കുട്ടിയുടെ ഭാഗത്തുനിന്നൊരു കംപ്ലയൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി മറ്റൊരു കാര്യമാണ് യുവർ ആറ്റിറ്റ്യൂഡ്. ഓൾവേസ് റിമെമ്പർ, യുവർ ചൈൽഡ് ക്യാൻ റീഡ് യുവർ മൈൻഡ്. അതിനാൽ നിങ്ങളുടെ മൂഡോ നിങ്ങളുടെ ഹോം പ്രോഗ്രാമിനോടോ ഇൻട്രസ്റ്റോ ഡൗൺ ആണെങ്കിൽ അത് കുട്ടിയുടെ പെർഫോമൻസിനെയും കുട്ടിയുടെ മൂഡിനെയും അത് അഫക്റ്റ് ചെയ്യും. സോ ഓൾവേസ് ട്രൈ ടു കീപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വൈൽ ഡൂയിങ് ഹോം പ്രോഗ്രാം. മറ്റൊരു കാര്യമാണ് റൂം ആൻഡ് എൻവയൺമെൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ നിങ്ങളുടെ കുട്ടിക്ക് ഹോം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കഴിവതും TV മുമ്പിലിരുന്നോ, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്നോ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് സ്നാക്സിൻ്റെ ഇടയിലിരുന്നോ ഹോം പ്രോഗ്രാം ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന റൂം പറ്റാവുന്നതും വെന്റിലേറ്റഡും നല്ല ലൈറ്റിങ്ങും നല്ല സ്പേസിങ്ങും കുറച്ച് ക്വയറ്റുമായിട്ടുള്ള റൂമാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കൂടുതലായിട്ട് ഹോം പ്രോഗ്രാമിൽ കോഓപ്പറേഷൻ കാണിക്കും. ഇനി എങ്ങനെ നിങ്ങളുടെ കുട്ടിയുടെ ഹോം പ്രോഗ്രാം എൻഗേജിങ് ആക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കുട്ടി ഒരു ടോഡ്ലറാണ്, അതായത് 3 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കഴിവതും ഹോം പ്രോഗ്രാം ഒരു പ്ലേ രൂപത്തിലാക്കാൻ ശ്രദ്ധിക്കുക. ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും വരുമ്പോൾ നിങ്ങളുടെ കുട്ടി ഹോം പ്രോഗ്രാം കൂടുതൽ എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടിയുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ കുട്ടിക്ക് അവരുടെ ബ്രദറോ സിസ്റ്ററോ ഹോം പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയാൽ കുട്ടികൾ കൂടുതൽ കോഓപ്പറേഷൻ കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കഴിവതും അവരെയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടി ലോ മസിൽ ടോൺ അല്ലെങ്കിൽ പെട്ടെന്ന് എനർജി ഡൗൺ ആയി പോകുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ലെങ്തി ഹോം പ്രോഗ്രാമിൽ ചിലപ്പോൾ അവർ കോഓപ്പറേഷൻ കാണിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഹോം പ്രോഗ്രാം പല സെഷൻസ് ആയിട്ട് കട്ട് ഷോർട്ട് ചെയ്ത് ഇടയ്ക്ക് ബ്രേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ 45 minutes ഉള്ള സെഷൻ ആണ് നിങ്ങൾ എയിം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 10 minutes-ൻ്റെ 4 സെഷനായിട്ടോ അല്ലെങ്കിൽ 15 minutes-ൻ്റെ 3 സെഷനായിട്ടോ സബ് ഡിവൈഡ് ചെയ്ത് ഇടയ്ക്ക് ബ്രേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോഓപ്പറേഷൻ കാണിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മീറ്റിംഗ് ദ സെൻസറി നീഡ്. സെൻസറി നീഡ് എന്ന് പറയുന്നത് ഫുഡ് പോലെയാണ്. നമുക്കെല്ലാവർക്കും വിശക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അറ്റൻഷൻ കൊടുക്കാനോ സാധിക്കില്ല. അതുപോലെയാണ് സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക്. അവരുടെ സെൻസറി നീഡ് ആദ്യം നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഹോം പ്രോഗ്രാമിന് കോഓപ്പറേഷൻ കാണിക്കില്ല. അതിനാൽ നിങ്ങളുടെ തെറപ്പിസ്റ്റിനോട് കുട്ടിയുടെ സെൻസറി നീഡ് എന്താണ്, അതെങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ഏറ്റവും അവസാനമായി ഓൾവേസ് ട്രൈ ടു കീപ്പ് എ റിവാർഡ്. ഏതൊരു വാശിയുള്ള കുട്ടിയാണെങ്കിലും ഒരു സ്പെഷ്യൽ റിവാർഡ്
ഹോം പ്രോഗ്രാമിന് ശേഷം വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോഓപ്പറേഷൻ കാണിക്കും, അല്ലെങ്കിൽ മോട്ടിവേഷൻ കാണിക്കും ഹോം പ്രോഗ്രാം തീർക്കുവാനായിട്ട്. ആ റിവാർഡ്സ് അവർ ക്യാൻഡീസ് ആകാം, കുക്കീസ് ആകാം, അവരുടെ ഫേവറേറ്റ് ടോയോ ഗെയിമോ അല്ലെങ്കിൽ റീഡിംഗ് ബുക്കോ ആകാം. കഴിവതും ഈ റിവാർഡ് ഹോം പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. ബാക്കി സമയങ്ങളിൽ അത് കൊടുക്കാതിരിക്കാൻ നോക്കുക. So I hope all these tips and tricks will help you. Thank you.